എൻ്റെ നല്ലയമ്മ. പരിശുദ്ധ ദൈവമാതാവിലുള്ള ആഴമായ ആശ്രയം ജീവിതത്തിൽ മുതൽക്കൂട്ടായ ഒരു കുടുംബമാണിത്. പരിശുദ്ധ അമ്മ കൈപിടിച്ചു നടത്തുന്ന അനവധി അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുനാൾ മുതൽ മരിയ ഭക്തിയിൽ വളർന്നുവന്ന് ഇന്ന് ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മ വസിക്കുന്ന ഒരു ഭവനമായി മാറ്റിയ ടീന ജൂബി എന്ന ഈ കുടുംബനാഥയുടെ മരിയൻ അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു ചെല്ലാം. എൻ്റെ പേര് ടീന ജൂബി. ഞാൻ കോതമംഗലം തൊടുപുഴ പൊന്നന്താനം സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് പോൾ ചർച്ച് ഇടവാംഗമാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ നൽകിയിട്ടുണ്ട്. എൻ്റെ സ്വന്തം വീട് കാഞ്ഞിരപ്പള്ളിയാണ്. അമ്മയെപ്പറ്റി ഓർക്കുമ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ അക്കരപ്പള്ളിയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ മനസ്സിൽ പതിഞ്ഞ ആദ്യത്തെ രൂപം അക്കരപ്പള്ളിയിലെ മാതാവാണ്. ചെറുപ്പകാലങ്ങളിൽ ചെറിയൊരാവശ്യങ്ങൾക്ക് പോലും അമ്മയുടെ അടുത്ത് ഒന്നും പറയാതെ എവിടെയും പോകാനായിട്ട് ഒരു ധൈര്യമുണ്ടായിരുന്നില്ല. ഏത് യാത്രയ്ക്ക് പോകുമ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോഴും എന്ത് കാര്യത്തിനും പരിശുദ്ധ അമ്മയോട് പറയാതെ പോകാൻ ഒരു ധൈര്യവുമില്ല. അതായിരുന്നു എൻ്റെ കുടുംബത്തിലെ ശീലവും. ഞങ്ങൾ അപ്പനും അമ്മയും സഹോദരനും എല്ലാവരും അക്കരപ്പള്ളിയിൽ പോകുക എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു. അതുപോലെ നിത്യസഹായ മാതാവിൻ്റെ നൊവേന കൂടുക എന്നുള്ളത് ചെറുപ്പകാലങ്ങളിൽ ശീലിച്ചു വന്ന ഒരു കാര്യമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെ ഇടപെടൽ നടക്കുന്നത് ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഞാനും എൻ്റെ സഹോദരനും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊന്ന് വീഴുകയും ആ വീഴ്ചയിൽ എൻ്റെ നടുവിന് സാരമായ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നടുവിൻ്റെ ബുദ്ധിമുട്ട് കാരണം ക്ലാസ്സിൽ ശ്രദ്ധിക്കാനോ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഒരു വർഷത്തോളം അങ്ങനെ കഴിഞ്ഞുകൂടി. അങ്ങനെ ഇരിക്കെ ആ അവധിയുടെ കാലത്ത് എൻ്റെ ഡാഡിയും മമ്മിയും ഡിവൈനിൽ ധ്യാനത്തിന് പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോയി. ആ ധ്യാനത്തിൽ വെച്ചിട്ടാണ് ഞാൻ ഈശോയും പരിശുദ്ധ അമ്മേനെയും കൂടുതൽ അറിയുന്നത്. ധ്യാനത്തിന് പോകുമ്പോൾ എനിക്കന്ന് 13 വയസ്സായിരുന്നു. അന്ന് ഈശോയെ കൂടുതൽ അറിയണമെന്നും മാതാവിനെയൊക്കെ കൂടുതൽ അറിയണമെന്നും ചെറുപ്പകാലത്ത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ഡിവൈനിൽ ധ്യാനത്തിന് ഞാൻ പോയപ്പം ഞാനിരിക്കുന്ന റോയുടെ തൊട്ട് മുൻപിൽ എൻ്റെ മുമ്പിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ വളഞ്ഞ് ജന്മനാ അങ്ങനെ തന്നെയായിരുന്നു ആ കുഞ്ഞ്. എല്ലാ ദിവസവും ഞാൻ ഈ കുട്ടീനെ ശ്രദ്ധിക്കും. 4ാം ദിവസം ആയപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോഴേക്കും അവിടെ ഓല ഷെഡിലായിരുന്നു അന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു വലിയ ആൾക്കൂട്ടം കണ്ടപ്പോൾ ഞാനും പോയി നോക്കി അവിടെ എന്താണ് ഈ തിരക്കെന്നുള്ളത്. ഞാൻ കാണുന്നത് എൻ്റെ മുമ്പിലിരുന്ന കുഞ്ഞിൻ്റെ കൈ അത് രോഗസൗഖ്യം കിട്ടി അത് വളച്ച് ഉയർത്തി നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ സത്യമായിട്ടും അവിടെ ഉണ്ട് എന്നുള്ളത്. ആ ഈശോയെ അനുഭവിക്കണം, അറിയണമെന്ന് അന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. അന്ന് സ്തുതിപ്പിൻ്റെ സമയത്ത് ആത്മാർത്ഥമായി ഞാൻ സ്തുതിച്ചു. ആ സ്തുതിപ്പിൻ്റെ സമയത്ത് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വലിയ മലയുടെ മുകളിൽ നല്ല തണുപ്പുള്ള മഞ്ഞിൻ്റെ മുകളിൽ ബക്കറ്റ് കണക്കിന് എൻ്റെ ശരീരത്തിലേക്ക് ആരോ വെള്ളം ഒഴിക്കുന്ന പോലെയാണ്. അത് നിർത്താതെ ബക്കറ്റ് ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു വലിയ ഒരു അനുഭവമായിരുന്നു അന്നേരം. ആ സമയത്ത് ഞാൻ വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. കരച്ചിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എത്ര സമയം ഞാൻ അങ്ങനെ കഴിഞ്ഞു പോയെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് കാണുന്നത് ഈശോ സ്റ്റെപ്പ് ഇറങ്ങി വെള്ള വസ്ത്രം ധരിച്ച് ആകാശം പോലെയാണ് ഇരിക്കുന്നത്. നിറയെ മേഘങ്ങളുള്ള ഒരു സ്ഥലത്ത് ഈശോ ഇറങ്ങി എൻ്റെ മുൻപിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ്. ആ സമയത്ത് എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ കണ്ണ് തുറന്ന് നോക്ക്. പക്ഷെ ഞാൻ മമ്മിയോട് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ കണ്ണ് തുറന്ന് നോക്കും, ഞാൻ ആകെ നനഞ്ഞ് നിൽക്കുമല്ലേ, എല്ലാവരും എന്നെ കളിയാക്കത്തില്ലേ, ഞാൻ നനഞ്ഞിരിക്കാം മമ്മി, ഞാൻ തുറക്കത്തില്ല എന്ന് പറയും. മമ്മി പറഞ്ഞു, നീ കണ്ണ് തുറന്ന് നോക്ക്. ഞാൻ പയ്യെ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ വട്ടത്തിൽ അവർ കൈകൂപ്പി എൻ്റെ ചുറ്റും അവർ നിന്ന് സ്തുതിക്കുന്നതാണ് ഞാൻ കാണുന്നത്.
അപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ ആ കണ്ടത് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ ഞാൻ എന്തൊക്കെയോ അനുഭവങ്ങൾ എനിക്കുണ്ടായി എന്നുള്ളത്. ആ സമയത്ത് മറ്റൊരു കാര്യങ്ങളൂടെ ഉണ്ടായി. എൻ്റെ നടുവിൻ്റെ വേദന പൂർണ്ണമായും സൗഖ്യവും കിട്ടി. ആ സ്തുതിപ്പിന് ശേഷം ഭാഷാവരം എനിക്ക് ഈശോ നൽകുകയും ചെയ്തു. അന്ന് ഭാഷാവരം എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ സ്തുതിക്കുമ്പോൾ ഞാൻ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ടോ എന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം കൗൺസിലിങ്ങിന് ഞാൻ പോയി ഒരു ചേച്ചിയുടെ അടുത്തിരിക്കുമ്പം ആ ചേച്ചി എന്നോട് ചോദിച്ചു, മോൾ ഈശോയെ കണ്ടു അല്ലേ എന്ന്. അപ്പോഴെനിക്ക് മനസ്സിലായി അതെൻ്റെ തോന്നലല്ല, സത്യത്തിൽ ഞാൻ ഈശോയെ തന്നെയാണ് കണ്ടത്. അന്ന് ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, പരിശുദ്ധ അമ്മേനെയും ഈശോയെയും കൂടെ കൂട്ടിക്കൊള്ളുക, ജീവിതത്തിൽ മുഴുവൻ അവരെ നിങ്ങൾ ഒന്നിച്ചു പോകണമെന്ന്. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് ഞാൻ ഓർക്കുന്നു, ഡിവൈനിൽ നിന്ന് ഞാൻ പോരുമ്പം ഞാൻ കരഞ്ഞുകൊണ്ടാണ് പോരുന്നത്. ഞാൻ അവിടെ തന്നെ നിൽക്കുവാണെന്ന് ഞാൻ ശാഠ്യം പിടിച്ച് പറയുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ആർക്കുമില്ലാത്ത പുതിയ ആൾക്കാരെ കൂട്ടുകിട്ടിയിട്ടുണ്ട്. ആർക്കുമില്ലാത്ത അനുഭവം, എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നുമില്ല. മറ്റുള്ളവർക്കില്ലാത്ത എന്തോ ഒരു കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു. പിന്നെ ഈ അനുഭവിക്കുന്ന ഈശോയെ കൂടുതൽ ജീവിതത്തിലേക്ക് അടുപ്പിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എൻ്റെ വിഷമങ്ങളുണ്ടാകുമ്പോഴും പ്രയാസങ്ങളുണ്ടാകുമ്പോഴും ഞാൻ ഈശോയോട് സംസാരിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മയോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മയോട് ഞാൻ ചെറുപ്പത്തിലേ പ്രാർത്ഥിച്ചു തുടങ്ങി, അമ്മ ഈശോയെ നോക്കിയ പോലെ അമ്മ എന്നെ നോക്കണമേ എന്ന്. പരിശുദ്ധ അമ്മയോടും ഈശോയോടുമൊപ്പം ജീവിതം ആരംഭിച്ച ഇവരുടെ പിന്നീടുള്ള സകല മേഖലകളിലും സ്വർഗത്തിൻ്റെ വലിയ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. വിദ്യാഭ്യാസ കാര്യങ്ങളിലും ഈ സ്വർഗീയ ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പലപ്പോഴും എനിക്ക് തോന്നുന്നത് എന്നെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന വഴിയായിരുന്നു. എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെയും വിഷമങ്ങളെയൊക്കെ ഈശോയുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുവാൻ അമ്മ എന്നെ എപ്പോഴും പ്രേരിപ്പിച്ചിരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും തുറന്ന് സംസാരിക്കുന്നത് ഈശോയോടും മാതാവിനോടുമായി. ഇച്ചിരി ഉറക്കെയാണ് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത്. ആരുമില്ലാത്ത സമയത്ത് ആ ദിവസത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയോടും ഈശോയോടും സംസാരിച്ചു തുടങ്ങി. എൻ്റെ ഈശോയെ, ഞാനിന്ന് സ്കൂളിൽ പോവുകയാണ്, സ്കൂളിൽ ഇന്ന കാര്യങ്ങൾ പഠിക്കാനുണ്ട്, സ്കൂളിൽ ഇന്ന എക്സാം ഉണ്ട്, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങി. വീട്ടിലെ കാര്യങ്ങൾ, എല്ലാവരുടെയും വിശേഷം പറയുന്ന ആൾ എനിക്ക് ഈശോയെ അമ്മയായി. അങ്ങനെ ഞാൻ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു സംഭവം മാതാവിൻ്റെ ഇടപെടൽ. ഞാൻ 10th SSLC എക്സാം എഴുതുന്ന സമയമാണ്. അന്ന് മാത്സിൻ്റെ എക്സാം, കെമിസ്ട്രിയുടെ എക്സാം, മലയാളം, ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കാരണം കെമിസ്ട്രിയുടെയൊക്കെ ഫോർമുലാസ് പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആത്മാർത്ഥമായി ഞാൻ പഠിക്കാൻ ശ്രമിച്ചാലും എന്നെക്കൊണ്ടത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ പഠിച്ചാലും ഞാൻ മറന്നു പോകുമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, അമ്മ എന്നെ ഒന്ന് സഹായിക്കാവോ? ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോയാൽ ഞാൻ തോറ്റു പോവുള്ളൂ. പക്ഷെ അമ്മ എന്നെ ഒന്ന് സഹായിക്കാവോ? അങ്ങനെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ പ്രചോദനം അനുസരിച്ച് ഞാൻ എൻ്റെ കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ തുടർന്നു. അതിൽ കാണുന്ന ഫോർമുല ഞാൻ പഠിച്ചു. വീണ്ടും ഒരു 5-10 പേജസ് ഞാൻ മറിച്ചു. വീണ്ടും കാണുന്നത് ഞാൻ പഠിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പോലെ ഞാനൊരു 5-6 ഫോർമുലാസ് പഠിച്ചു. ഒരുപാട് എണ്ണം ഉണ്ട്, പക്ഷേ ഞാൻ അത്രേ പഠിച്ചുള്ളൂ. എൻ്റെ SSLC പരീക്ഷയ്ക്ക് അമ്മ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ സമയത്ത് പേപ്പർ കിട്ടുമ്പം ഞാൻ കാണുന്നത് 10 മാർക്കിൻ്റെയും 20 മാർക്കിൻ്റെയൊക്കെ വലിയ ഫോർമുലാസായിട്ട് വരുന്നത് ഓറിട്ട് വരുന്നതിൽ ഞാൻ പഠിച്ചതൊരെണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ ആകെപ്പാടെ 5 എണ്ണം പഠിച്ചതിൽ 3 എണ്ണവും ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അങ്ങനെ എൻ്റെ കെമിസ്ട്രിയുടെ പരീക്ഷ വളരെ വിജയകരമായി ഞാൻ എഴുതി. അതുപോലെ തന്നെ മാത്സിൻ്റെ പരീക്ഷയും ഇങ്ങനെ തന്നെയായിരുന്നു. മാത്സ് ഞാൻ എത്ര പഠിക്കാൻ ശ്രമിച്ചാലും തെറ്റിപ്പോവായിരുന്നു. കാൽക്കുലേഷൻസൊക്കെ ചെയ്ത് നോക്കിയാലും തെറ്റിപ്പോകുന്നു. എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. എന്നെക്കൊണ്ട് അസാധ്യമാണെന്ന് എനിക്ക് ഉറപ്പ് വന്നപ്പോൾ ഞാൻ അമ്മയോടും ഈശോയോടും സഹായം ചോദിച്ചു. അന്നേരം
പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആൻസർ വലിയ വഴിക്കണക്കായിട്ടുള്ള സ്റ്റെപ്പായിട്ടുള്ളതെല്ലാം കാണാതെ പഠിച്ചോളാനുള്ള പ്രചോദനം എനിക്കുണ്ടായി. അങ്ങനെ ഒരു 4 എണ്ണം ഞാൻ മുഴുവനായിട്ട് കാണാതെ പഠിച്ചു. അതായത് അതിൻ്റെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഡിജിറ്റ് സഹിതം ടോട്ടൽ ആൻസർ സഹിതം ഞാൻ മുഴുവൻ കാണാതെ പഠിച്ചു. എക്സാമിനെത്തിയപ്പോൾ ഇതേപോലെ തന്നെ ഓറിട്ട് വന്ന വലിയ ക്വസ്റ്റ്യനിൽ ഞാൻ പഠിച്ച ക്വസ്റ്റ്യനെല്ലാം ഓരോന്ന് വീതമുണ്ടായിരുന്നു. അങ്ങനെ സ്ഥിരമായി എനിക്ക് 28, 32 ഒക്കെ 50 കിട്ടുന്ന എനിക്ക് SSLCക്ക് 43 മാർക്ക് കിട്ടി. അതുപോലെ തന്നെ എൻ്റെ മലയാളത്തിൻ്റെ എക്സാമിനും ഞാൻ പഠിക്കുന്ന കാലത്ത് ഗുരു ലഘു എന്ന് തിരിക്കുന്ന ഗ്രാമറിൻ്റെ പോർഷൻ ഉണ്ടായിരുന്നു. അതും ഇങ്ങനെ തന്നെ ഞാൻ കാണാതെ പഠിച്ചുകൊണ്ട് പോയത് മാത്രമായിരുന്നു വന്നത്. ഞാൻ ആത്മാർത്ഥമായി പഠിച്ചിട്ട് എന്നെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സഹായം ചോദിച്ചത്. പഠിക്കാതെ അല്ല, പഠിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ വിശ്വാസം കൂടി, കാരണം എനിക്ക് അസാധ്യമായതിനെ സാധ്യമാക്കി തരാൻ എൻ്റെ കൂടെ ആളുണ്ട് എന്നുള്ളത്. പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള അനുദിന ജീവിതത്തിൽ അമ്മ ഉപദേശങ്ങൾ നൽകി വഴി നയിക്കുന്ന അനുഭവങ്ങളുണ്ടെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. തിരുത്തലും ഉപദേശങ്ങളും നൽകി വഴികാട്ടുന്ന സ്നേഹമയിയായ ഒരമ്മയെയാണ് പരിശുദ്ധ അമ്മയിൽ ഇവർ കാണുന്നത്. പരിശുദ്ധ അമ്മയോടും ഈശോയോടും എപ്പോഴും സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. എപ്പോഴും എന്ത് കാര്യവും മാതാവിനോട് ചോദിച്ചുകൊണ്ട് ഞാൻ നടക്കും. അമ്മ, ഞാൻ നാളെ ഇതുണ്ടാക്കാൻ പോവാണ്, അപ്പം ഇടാൻ പോവാണ്, ദോശ ഇടാൻ പോവാണ്. ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ എനിക്ക് ചെറിയ പിഴവുകൾ വരുമ്പം, എൻ്റെ ചിന്തയിൽ ഞാൻ ചിന്തിച്ച രീതി ശരിയല്ലാതെ വരുമ്പം അപ്പം തന്നെ മാതാവ് കറക്റ്റ് ചെയ്ത് തരുന്ന പല അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലെ ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എല്ലാ വർഷവും ഭക്ഷണം കൊടുത്തോളാമെന്ന് ഒരു സ്ഥലത്ത് ഞാൻ ഏറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറി വരെ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ പോയി. 6ാമത്തെ വെഡിങ് ആനിവേഴ്സറി എത്തിയപ്പോഴേക്കും അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാ വർഷം തരുന്ന പോലെ തന്നെ തന്നോളൂ, പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഇത്തിരി ആൾ കൂടുതലുണ്ട്, എന്നാലും തരുന്നത് തന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറയുകയും ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുകയും ചെയ്തു. വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാൻ ആ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കി. പക്ഷെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പം എന്നും നന്നായി വരുന്നതാണ്. ഈ പ്രാവശ്യം മാത്രം എന്തോ ചൂടിൻ്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് എൻ്റെ കേക്ക് ശരിയായില്ല. പിന്നെ കേക്കല്ലേ എപ്പോഴും ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എന്നോർത്ത് ഞാൻ അതങ്ങ് വിട്ടു. അതുപോലെ തന്നെ പിറ്റേ ദിവസം അപ്പത്തിന് ആട്ടി വെച്ചു. പിന്നെ രാവിലെ പള്ളിയിൽ പോയി എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് അപ്പം ചൂടാൻ കലം തുറന്ന് നോക്കുമ്പോൾ ഞാൻ ആട്ടി എങ്ങനെ വെച്ചോ അതുപോലെ തന്നെ ഇരിക്കുന്നു. അപ്പം പൊളിച്ചിട്ടേയില്ല. ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ അപ്പം പൊളിച്ചില്ല. പെട്ടെന്ന് ഈ 2 സംഭവം, എൻ്റെ ഭക്ഷണത്തിൻ്റെ പ്രശ്നം വന്നപ്പം എനിക്ക് എന്തോ പന്തികേടുണ്ടെന്ന് തോന്നി. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും പന്തികേട് വന്നോ എന്ന് അമ്മയോട് ഞാൻ ചോദിച്ചു. അന്നേരം അമ്മ പെട്ടെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് തന്നു. എൻ്റെ മക്കളുടെ കാര്യത്തിൽ നീ ഒരു പിശുക്ക് കാണിച്ചതുകൊണ്ട് നിൻ്റെ കാര്യത്തിലും ഞാൻ ഇച്ചിരി പിശുക്ക് കാണിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, എന്നോട് പറഞ്ഞിരുന്നു ഈ പ്രാവശ്യം ആൾ കൂടുതലുണ്ട് എന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ എല്ലാ പ്രാവശ്യവും കൊടുക്കുന്ന അതേ തുക തന്നെയാണ് ഞാൻ കൊടുത്തത്. ഞാൻ അറിഞ്ഞു ചെയ്തില്ല എന്നുള്ളതായിരുന്നു അമ്മ കണ്ട പ്രശ്നം. അമ്മ പറഞ്ഞു, അമ്മ ഈ ചിന്ത തന്നു, കാനായിലെ കല്യാണത്തിൽ വെച്ച് ആ അവസരം മനസ്സിലാക്കി ഞാൻ പ്രവർത്തിച്ചു എന്നുള്ളതല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു അവസരം നിൻ്റെ ജീവിതത്തിൽ തന്നിട്ട് എന്തുകൊണ്ട് നീ അറിഞ്ഞ് പ്രവർത്തിച്ചില്ല? എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എനിക്ക് ഒത്തിരി വിഷമമായിപ്പോയി. ഞാൻ അങ്ങനെ ചെയ്ത് തെറ്റിപ്പോയല്ലോ എന്നോർത്ത് ഞാൻ വേഗം ചെന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എൻ്റെ അപ്പം പൊളിച്ചില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ അമ്മ ഇങ്ങനെ ഒരു ചിന്ത തരുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ വിളിച്ച് വേഗം പറയട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വേഗം അവരെ വിളിക്കുകയും ഞാൻ പറഞ്ഞു, ഞാൻ എന്നും കൊടുക്കുന്ന തുകയെ കൊടുത്തേ, പക്ഷേ ആവശ്യമുള്ളത് ഒന്ന് പറഞ്ഞാൽ മതി, എനിക്കൊരു അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അബദ്ധം ഒന്നും പറ്റിയില്ലല്ലോ, എല്ലാ വർഷം തരുന്നത് തന്നൂല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, അത് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞു. പക്ഷെ പിന്നീട് ഞാൻ കാണുന്നത്, ഞാൻ അടുക്കളയിൽ വന്ന് നോക്കുമ്പം എൻ്റെ അപ്പത്തിൻ്റെ കലത്തിൽ മാവ് പൊന്തി പാകമായി വന്നിരിക്കുന്നതാണ്. ഞാൻ വളരെ ഒന്ന് കരഞ്ഞു പോയി അവിടെ നിന്ന്. കാരണം പരിശുദ്ധ അമ്മ മറ്റുള്ളവരുടെ ജീവിതത്തിലെ വിഷമങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ എത്രത്തോളം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു സൈനായിരുന്നു അത്. അതിൽ പിന്നെ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചു തുടങ്ങി.
എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചെറിയ പിഴകൾ വരുന്നത് അമ്മ എനിക്ക് കറക്റ്റ് ചെയ്ത് തരുമ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി. പരിശുദ്ധ അമ്മയിൽ ആഴമായ ആശ്രയം ഉണ്ടായിരുന്ന ഇവർക്ക് അമ്മ ഇടപെട്ട നിരവധി അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. തനിക്കുള്ളതെല്ലാം പരിശുദ്ധ അമ്മയുടെ ദാനമാണെന്നാണ് ഇവർ പങ്കുവയ്ക്കുക. എൻ്റെ കോളേജ് വിദ്യാഭ്യാസം ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലായിരുന്നു. അസംഷൻ കോളേജ് സിസ്റ്റർമാരുടെ കോളേജ് ആയത് കാരണം പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മാതാവിലോട്ട് എന്നെ അടുപ്പിച്ച ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പം സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു ചേച്ചിയുടെ അപ്പ ഒരു ഫോട്ടോ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ആൾ ബോസ്നിയയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പം ഫോട്ടോ പോയി നോക്കിയപ്പോഴേക്കും മാതാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അത് മെഡ്ജുഗോറിയിലെ മാതാവായിരുന്നു. അന്ന് മെഡ്ജുഗോറി എന്നുള്ള സ്ഥലം പോലും കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, 2 കയ്യിൽ ജപമാല പിടിച്ചിരിക്കുന്ന മാതാവിനെ കാണാൻ പറ്റുമായിരുന്നു. ആ ഫോട്ടോ കണ്ടപ്പോൾ മാതാവിനോട് ഒത്തിരി ഇഷ്ടം തോന്നി. കാരണം മാതാവ് ശരിക്കും മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ട് ഇത്രയും മനുഷ്യരുടെ ഇടയിലേക്ക് മാതാവ് വരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വലിയൊരു തോന്നലായിരുന്നു, ഒരു വിശ്വാസമായിരുന്നു അത്. നമുക്കും മാതാവ് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇടയിലേക്കും അമ്മ വരുമോ എന്നുള്ള ഒരു തോന്നൽ അന്ന് തൊട്ട് തോന്നിയിരുന്നു. ഈ ഫോട്ടോ കൂടുതൽ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവരുടെ റൂമിൽ ഇടയ്ക്ക് ഞാൻ പോയി അത് നോക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ വെറുതെ ആ ചേച്ചിയോട് ചോദിച്ചു, ഇതെനിക്ക് തരാമോ എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ആ ഫോട്ടോ എനിക്ക് തന്നു. എൻ്റെ ജീവിതത്തിൽ ആ ഫോട്ടോ കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം അത് ഞാൻ വളരെ നിധി പോലെ സൂക്ഷിച്ചിരുന്നു. പിന്നെ ഞാൻ മിക്കവാറും ആ ഫോട്ടോയിൽ നോക്കി അമ്മയോട് സംസാരിച്ചു തുടങ്ങി. എല്ലാ കോളേജിലെ കാര്യങ്ങൾ, ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ, വരുന്ന കാര്യങ്ങൾ അമ്മയോട് സംസാരിച്ചു തുടങ്ങി. അമ്മ ഒത്തിരി ഉത്തരം തരുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. അന്ന് കോളേജിലെ ചാപ്പലിൽ കിടക്കാൻ നേരം ചാപ്പലിൽ എല്ലാവരും പോയി പ്രാർത്ഥിക്കണം എന്നുള്ളത് ഹോസ്റ്റലിലെ ഒരു നിയമമായിരുന്നു. അങ്ങനെ ഹോസ്റ്റലിൽ തിരക്കുള്ള സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഏകാന്തമായി ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിലെ വാർഡൻ്റെ അടുത്ത് ചോദിച്ച് അതിൻ്റെ സമയം അലൗട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ചാപ്പലിൽ പൊക്കോട്ടെ എന്ന് ഞാൻ ചോദിച്ചു. സിസ്റ്റർ എനിക്ക് സമ്മതിച്ചു. അങ്ങനെ 10:30-ക്ക് ശേഷം എനിക്ക് ചാപ്പലിൽ പോകാനുള്ള അനുവാദം നൽകിയിരുന്നു. ആ സമയമായിരുന്നു ഞാൻ ഈശോയോടും മാതാവിനോടും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ പോയിരുന്ന് അന്ന് ദിവസം നടന്നിരുന്ന എല്ലാ കാര്യങ്ങളും ഈശോയോട് പറയുമായിരുന്നു. നാളെ നടക്കാൻ പോകുന്നതും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിച്ച് ഒരു തീരുമാനം ഈശോ പറഞ്ഞു തരുന്ന പോലെ എപ്പോഴും ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ ഈശോയെ കൂട്ടുപിടിച്ച് എൻ്റെ കോളേജിൻ്റെ വിദ്യാഭ്യാസം ഏകദേശം തീർന്നു. ഹോം സയൻസ് ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ഹോം സയൻസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇനി അടുത്തത് എന്താണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായി. കാരണം എനിക്ക് പഠിച്ച് ജോലിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ഹോം സയൻസ് എടുത്തത് തന്നെ അതിൽ ടെക്സ്റ്റൈൽസ് എന്നൊരു സബ്ജക്റ്റ് ഉള്ളത് കൊണ്ടാണ്. ഇതിന് ശേഷം 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് ടെക്സ്റ്റൈൽസ് എടുക്കുക, അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ്ങിന് പോകുക. അന്നത്തെ കാലത്ത് കേരളത്തിലെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സില്ല. ആകെപ്പാടെ അന്വേഷിച്ചപ്പം കോയമ്പത്തൂരും മദ്രാസിലും ഡൽഹിയിലും ബോംബെയിലും ഒക്കെ മാത്രമേ ഉള്ളൂ. എൻ്റെ ഡാഡിയാണെങ്കിൽ എന്നെ പുറത്ത് വിട്ട് പഠിപ്പിക്കത്തുമില്ല. പക്ഷേ മുമ്പോട്ട് എനിക്ക് എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഈ കോഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ കോയമ്പത്തൂരുള്ള ഒരു അവിനാശി കോളേജിൻ്റെ അവിടുന്ന് ഞാനൊരു കോഴ്സിൻ്റെ ഇത് മേടിച്ച് മാതാവിനോട് പറഞ്ഞു, അമ്മേ എങ്ങനെയെങ്കിലും ഡാഡിയെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കണേ, എനിക്ക് ഈ കോഴ്സിനൊന്ന് പോയി പഠിക്കണം എന്നുണ്ട്. എന്തായാലും ഞാൻ പൊക്കോട്ടെ എന്നൊന്ന് ചോദിച്ചതേ ഉള്ളൂ. വീട്ടിൽ നിന്ന് സമ്മതം നൽകി. അങ്ങനെ ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് ചേർന്നു. എനിക്കറിയായിരുന്നു പരിശുദ്ധ അമ്മയാണ് ഉണ്ണീശോയുടെ ഉടുപ്പുകളൊക്കെ തയ്ച്ചിരുന്നതെന്നും ഈശോയുടെ ഡ്രസ്സുകളൊക്കെ അമ്മ തയ്ക്കിരുന്നെന്നും എനിക്ക് അറിയാമായിരുന്നു. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡ്രസ്സുകളുടെ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ എപ്പോഴും അമ്മയെ കൂട്ടുപിടിക്കും. എനിക്ക് പുതിയ ഡിസൈനുകൾ പറഞ്ഞു തരണേ, ഉണ്ണീശോയുടെ ഉടുപ്പ് തയ്ച്ച പോലെ എനിക്കും ഓരോന്നൊക്കെ പുതിയത് പറഞ്ഞു തരണേ. അമ്മയുടെ ശക്തമായ ഇടപെടലുകൾ എൻ്റെ ഡ്രസ്സുകൾ ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിരുന്നു. പുതിയ പാറ്റേൺസ്, ഞാൻ മനസ്സിൽ പോലും കാണാത്ത പാറ്റേൺസൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അത് ചെയ്തു വരുമ്പോൾ റിസൾട്ടിലുണ്ടായിരുന്നു. കോയമ്പത്തൂർ പഠിച്ചിരുന്ന സമയത്ത് പരിശുദ്ധ അമ്മയോട് കൂടുതൽ അടുത്ത ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. എനിക്കൊരു ഗുജറാത്തി ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഒരു ദിവസം ആൾ വളരെ വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം? അപ്പോൾ പറഞ്ഞു, എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, എനിക്ക് പീരിയഡ്സിൻ്റെ പ്രോബ്ലം ഉണ്ട്. 6 മാസമായി വന്നിട്ട്
ഇടയ്ക്കേ വരാറുള്ളൂ, വന്നു കഴിഞ്ഞാൽ ഹെവി ബ്ലീഡിംഗ് ആണ്. ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു, എന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. ഒന്നും ചെയ്യാനില്ല, എത്ര മരുന്ന് കഴിച്ചിട്ടും ഒരു ഇതും ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രാർത്ഥിച്ചുകൂടെ? പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പക്ഷേ തീരുമാനം അങ്ങനെ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരാളുണ്ട്, ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ട് റിസൾട്ട് ഉള്ളാവും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും വലിയ ഡോക്ടറാണോ? ഞാൻ പറഞ്ഞു, ഡോക്ടറൊന്നുമല്ല, ജീസസ് എന്നാണ് പേര്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാവാൻ എൻ്റെ കഴുത്തിൽ ഞാൻ റോസറി എപ്പോഴും ധരിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു, എന്തിനാണ് ഇതെപ്പോഴും ധരിക്കുന്നതെന്ന്. ഞാൻ അപ്പോൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു, എനിക്കൊരു അമ്മയുണ്ട്, അമ്മയുടെ സാന്നിധ്യം എനിക്ക് എപ്പോഴും ഉള്ളത് ഈ റോസറി എൻ്റെ ദേഹത്തുള്ളപ്പോൾ മാത്രമാണ്. എൻ്റെ ഒരു സെക്യൂർ ഫീലിംഗ് ആണത്. അതുകൊണ്ട് ഈ റോസറിയിലൂടെ നമുക്ക് അമ്മയോടും കൂടി പറയാം, പെട്ടെന്ന് കാര്യം എളുപ്പമാവുമെന്ന് പറഞ്ഞു. നീ പ്രാർത്ഥിക്കുന്നോ എന്ന് ചോദിച്ചപ്പം പ്രാർത്ഥിക്കാമെന്ന് സമ്മതിച്ചു. ഞാൻ ഹെയിൽ മേരി എന്നുള്ള പ്രെയർ എഴുതി കൊടുത്തു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രെയർ ആ കുട്ടി കാണുന്നത്. ഞാൻ പറഞ്ഞു, ദിവസം 3 പ്രാവശ്യം ഈ ഹെയിൽ മേരി എന്നുള്ള പ്രെയർ ചൊല്ലിയാൽ മതി, 7 ദിവസം കൊണ്ട് നിൻ്റെ പ്രോബ്ലം സോൾവ് ആവും. എൻ്റെ ഉള്ളിൽ നിന്ന് ശക്തമായി പറഞ്ഞു, 7 ദിവസം കൊണ്ട് ശരിയാകുമെന്ന് പറഞ്ഞോളുക. ഞാൻ പെട്ടെന്ന് പ്രചോദനത്തിൽ 7 ദിവസം എന്ന് പറഞ്ഞു, ബാക്കി ദിവസം ഞാൻ പ്രാർത്ഥിച്ചോളാം, നീ ധൈര്യമായിട്ടിരുന്നോളാം പറഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ ശരിക്കും ഒന്നുകൂടെ ആലോചിച്ചു, ഞാൻ എന്ത് ധൈര്യത്തിലാണ് 7 ദിവസം എന്ന് പറഞ്ഞത്. എന്നിരുന്നാലും പരിശുദ്ധ അമ്മയോടുള്ള വിശ്വാസം കൊണ്ട് 7 ദിവസത്തിൽ അമ്മ എന്തെങ്കിലും സഹായം നടത്തി തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു തുടങ്ങി. ഞാൻ അവൾക്ക് വേണ്ടി ജപമാല ചൊല്ലി തുടങ്ങി. പിറ്റേ ദിവസം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ട്. 3 പ്രാവശ്യം ഞാൻ ഹെയിൽ മേരി ചൊല്ലി. 2 ദിവസം കഴിഞ്ഞപ്പോൾ 3 എന്നുള്ളത് ആൾ 5 പ്രാവശ്യം ചൊല്ലി എന്ന് പറഞ്ഞു. 5-ാമത്തെ ദിവസം എത്തി. അപ്പോൾ എന്നോട് പറഞ്ഞു, ടുഡേ ഈസ് ദ 5th ഡേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോ പ്രോബ്ലം, 2 more days നോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടി. എന്നാലും മാതാവിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ, ഇത് നടന്നില്ലേ നമുക്ക് മൊത്തത്തിൽ നാണക്കേടാണ്. അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും ഇത് സാധിക്കണം കേട്ടോ, ഈശോയോട് പറയണം കേട്ടോ, 2 ദിവസം കൂടിയേ ഉള്ളൂ അമ്മ, ഇത് സാധിക്കണം. പക്ഷെ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു അമ്മയോട്. ഞാൻ 6-ാം ദിവസം ഞാൻ കോളേജിലെത്തുമ്പം അവൾ എന്നോട് പറഞ്ഞു, യുവർ ജീസസ് ഈസ് ഗ്രേറ്റ്, യുവർ മദർ മേരി ഈസ് ഗ്രേറ്റ്. മനുഷ്യനാൽ സാധ്യമല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്നു. എൻ്റെ പേരൻസും എൻ്റെ ഡോക്ടേഴ്സും എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി, ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. അവൾ പറഞ്ഞു, ഞാൻ ഈ പ്രെയർ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ചൊല്ലിയതാ, 3 പ്രാവശ്യവും 5 പ്രാവശ്യം ചൊല്ലിയപ്പോഴേക്കും എൻ്റെ ഈ വലിയ പ്രശ്നം മാറിക്കിട്ടി. അവൾക്ക് രോഗശാന്തി കിട്ടിയപ്പം അവളുടെ വിശ്വാസത്തേക്കാൾ വർദ്ധിച്ചത് എൻ്റെ വിശ്വാസമായിരുന്നു. കാരണം നമ്മൾ ദൈവനാമത്തിൽ ശബ്ദം അല്ലെങ്കിൽ ഒരാൾക്ക് വാക്ക് കൊടുത്താൽ ആ വാക്ക് നമ്മൾ നാണം കിട്ടുപോകാൻ ഒരിക്കലും ദൈവം അനുവദിക്കില്ല എന്നുള്ളതിൻ്റെ ശക്തമായ ഉറപ്പായിരുന്നു അത്. അതോടെ എൻ്റെ വിശ്വാസവും ധൈര്യവും വളരെയധികം കൂടി. അങ്ങനെ എൻ്റെ കോളേജ് കാലഘട്ടം വളരെ ഭംഗിയായി തീർന്നു. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പൂർത്തിയാക്കിയത്. ആ കോഴ്സിൻ്റെ സമയത്ത് അമ്മയുടെ ശക്തമായ ഇടപെടലുകൾ പല അവസരങ്ങളിലും ഞാൻ അനുഭവിച്ചു. അങ്ങനെ എൻ്റെ കോളേജ് കാലം കഴിഞ്ഞു. അമ്മേ